ഒരു ക്യൂട്ട് ഫ്ലവർ ഗിഫ്റ്റ് കാർഡ് ഉണ്ടാക്കിയാലോ? ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാനായിട്ട് നല്ല രസമാണ്. പിന്നെ ഇത് നമുക്ക് ഇഷ്ടമുള്ള ആർക്ക് വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു അടിപൊളി സാധനം നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള പേപ്പർ എടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ A4 ഷീറ്റും കൊണ്ട് ഉണ്ടാക്കാം, പക്ഷേ ഇതുപോലത്തെ ഷീറ്റും കൊണ്ട് ഉണ്ടാക്കാനായിട്ട് കുറച്ചും കൂടി നല്ലത്. എന്നിട്ടത് മുറിച്ചെടുത്തിട്ട് അങ്ങനെ മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഈ ഒരു ഡിസൈൻ എൻ്റെ അകത്ത് വരച്ചിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ഫ്ലവർ കിട്ടും കേട്ടോ. എൻ്റെ കയ്യിൽ കളർ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ A4 ഷീറ്റിൽ യെല്ലോ പെയിൻറ്റ് അടിച്ചിട്ട് റൗണ്ട് വെട്ടിയെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ കയ്യിൽ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് എടുത്താലും മതി കേട്ടോ. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ റൗണ്ട് വെട്ടിയെടുത്തിട്ട് അതിനകത്തോട്ട് പശ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ. എന്നിട്ട് ഈ കാണിക്കുന്ന പോലത്തെ ഒരു പേപ്പർ എടുത്തിട്ട് അതിങ്ങനെ മടക്കിയെടുക്കാം കേട്ടോ. ഒരു 3 തവണ നമ്മളങ്ങനെ മടക്കണ്ടേ. മടക്കുമ്പോൾ നമ്മളത് നന്നായിട്ട് അമർത്തി കൊടുക്കണം കേട്ടോ. എന്നാലുള്ളൂ നമുക്കതൊരു റെക്റ്റാങ്കിൾ രീതിക്ക് കിട്ടത്തുള്ളൂ. എന്നിട്ട് നമ്മൾ ആ ഒരു പേപ്പർ ഇങ്ങനെ നൂർത്തണം. എന്നിട്ട് നമ്മളതിങ്ങനെ മടക്കി വെക്കണം. എവിടെയാണ് നമുക്കൊരു റെക്റ്റാങ്കിൾ കിട്ടണം അവിടെ വെച്ച് നമ്മൾ മുറിച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഗീവ് അവേയുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലല്ലോ. നമ്മളൊരു 1K സബ്സ്ക്രൈബേഴ്സൊക്കെ ആകുമ്പോഴാട്ടോ നമ്മൾ ഗീവ് അവേ ചെയ്യണത്. കുറച്ച് പേർക്ക് നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ. ഇനി നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ മോൾ ഭാഗത്ത് പശ വെച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പശ വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് അമർത്തി കൊടുക്കുക കേട്ടോ. എന്നാലിട്ട് അത് ഒട്ടിയിരിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ റെക്റ്റാങ്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. പശ യൂസ് ചെയ്യുമ്പോൾ ഫെവിസ്റ്റിക്ക് യൂസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് ഇതുപോലെ 5 പൂക്കളും 3 കമ്പുകളും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇടയിൽ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലുണ്ടാക്കിയെടുത്താലും മതി. കുറച്ചും കൂടി നല്ലത് ഇതുപോലത്തെ കട്ടിയുള്ള പേപ്പറിൽ ഉണ്ടാക്കിയെടുക്കണേ കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനത്തിൻ്റെ അകത്ത് ഇങ്ങനെ പശ വെച്ച് കൊടുക്കാം കേട്ടോ. പശ വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ താഴെയും കൂടി പശ വയ്ക്കാൻ മറക്കല്ലേ. നന്നായിട്ട് അമർത്തി കൊടുക്കണ്ട നമ്മളത് ഒട്ടിക്കുമ്പോഴേക്ക്, അല്ലെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് പൊങ്ങി വരും കേട്ടോ. അതെ, നമ്മളതെവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച പൂവിൻ്റെ മുന്നിലോട്ടായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണേ. ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച 2 കമ്പുകളും അതിൻ്റെ പുറയിലായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ 2 പൂക്കളും വെച്ച് കൊടുക്കുക. പിന്നെ 3ാമത്തെ പൂ നമ്മൾ ഫ്രണ്ടിലാണ് കേട്ടോ ഒട്ടിക്കണത്. അതും മറ്റേതുപോലെ തന്നെ ആദ്യം കമ്പ് വെച്ചിട്ട് പൂ ഒട്ടിക്കവിടെയാണ്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഒക്കെ വേണ്ടി എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അകത്ത് എഴുതാം. നമുക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും എഴുതാം കേട്ടോ. എന്നിട്ട് 2 പൂക്കൾ നമ്മൾ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കിട്ടുന്ന ആളെന്തായാലും നല്ല ഹാപ്പി ആവും കേട്ടോ. ഒരു ചെറിയ കാർഡാണെങ്കിലും നല്ല രസമുണ്ടോ കാണാൻ. എനിക്ക് സത്യത്തിൽ ഇത് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ക്യൂട്ടല്ലേ കാണാൻ. ചെറിയ ചെറിയ പണിയുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്, പക്ഷെ നല്ല എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ബൈ.